ഇന്നത്തെ നമ്മളെ വ്ളോഗിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. ക്ലാസ് എല്ലാം കഴിഞ്ഞു വന്ന നമ്മൾ അമ്മൂസ് അടുത്തുള്ള ടൗണിലേക്കൊന്ന് പോകാൻ റെഡിയാവുന്ന തിരക്കിലാണ്. പോകുന്നത് നമ്മൾ അമ്മൂസിന് ഒരു സാധനം മേടിക്കാനാണ്. അതെന്താ സാധനം എന്നൊക്കെ നമ്മൾ അമ്മൂസ് തന്നെ നിങ്ങളോട് പറയും. അമ്മൂസിന്റെ ഒരുക്കവും കഴിഞ്ഞ് വാതിലും പൂട്ടി നമ്മളും എല്ലാവരും. അമ്മൂസ് എവിടെ പോകാൻ ഇറങ്ങിയാലും വെള്ളം ഉണ്ടാവും മുമ്പിൽ. എന്തായാലും ഇതിലെ തന്നെയാ പോവാന്ന് ഓനറിയാം. അതുകൊണ്ട് ആദ്യം പോയിട്ട് അവിടെ നോക്കി നിൽക്കും. എവിടെ പോയാലും വെള്ളനെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും അമ്മൂസിന്റെ ടെൻഷൻ. വെള്ളനെ കുറച്ച് കുരുത്തക്കേട് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടിയെടുത്ത് ഇറങ്ങിയപ്പോഴേക്കും അമ്മയും വന്നു. നമ്മൾ വാങ്ങാൻ പോകുന്ന സാധനത്തിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ പറയാം ഇത്ര കൈ അല്ലോ കൈയില്ല കൈയില്ല കയ്യിലാണ്ട് അങ്ങനെ കയ്യിൽ ഇത്ര കൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ പഫ് ഒക്കെ പറ്റൂല. അതെ നമ്മളെ നാട്ടിലൊരു ചെറിയ പരിപാടിയുണ്ട്. അതിൽ ഡാൻസ് കളിക്കാൻ നമ്മൾ അമ്മൂസിന്റെ ടീമുണ്ട്. അതിലിട്ട് കളിക്കാൻ നമ്മൾ അമ്മൂസിന് ഡ്രസ്സ് വേണം. ആ ഡ്രസ്സ് ഒന്ന് തയ്ക്കാൻ കൊടുക്കാനാണ് ഞാനും അമ്മൂസും പോകുന്നത്. അമ്മൂസും അമ്മയും കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് എനിക്കൊന്നും മനസ്സിലായി. അവിടെ പോയിട്ട് ഞാൻ എന്താ പറയാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ടൗണിലെത്തി തുണിയും വാങ്ങി നേരെ പോയത് തയ്ക്കുന്ന ചേച്ചിന്റെ അടുത്ത്. അമ്മൂസിനെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറെ ഞാൻ ഫോണിൽ വിളിച്ച് ഫോൺ അവിടെ കൊടുത്ത് ബാക്കി എന്താ വെച്ചാ അവരായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് ഡീലാക്കിയിട്ടുണ്ട്. സാധനം റെഡി ആകുമ്പോൾ വിളിക്കാൻ വേണ്ടി നമ്മളെ മൊബൈൽ നമ്പറും കൊടുത്തു. ക്ലാസ് കഴിഞ്ഞ് നേരെ വന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് നല്ലോണം വിശക്കുന്നു. എനിക്ക് തിന്നാൻ എന്തെങ്കിലും വാങ്ങിത്തരണം എന്നൊന്നും നമ്മൾ അമ്മൂസ് എന്നോട് പറയില്ല. അമ്മൂസിന്റെ എക്സ്പ്രഷൻ കണ്ടാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ശീലമായി. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല.